ടെലിവിഷൻ. അതായത് ആ വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇപ്പൊ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ TELE ടെലി മീൻസ് ഫാർ, ഡിസ്റ്റൻസ് എന്നാണ്, അതായത് ദൂരെ. വിഷൻ ടു സീ ഫ്രം എ ഡിസ്റ്റൻസ്, അതാണ് ഈ ടെലിവിഷൻ എന്ന് പറയുന്ന ആ ഒരു പദത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ മീനിങ് എന്ന് പറയുന്നത്. ബയാർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ ടെലിവിഷൻ തിയറിയെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിനായിട്ട് ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് അതിൻ്റെ ഫസ്റ്റിൽ അതിൻ്റെ പിക്ചർ ട്യൂബ്. അതായത് എല്ലാ LCD LED TV മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനും പിക്ചർ ട്യൂബ് അല്ല, അല്ലാണ്ട് LCD LED ടൈപ്പ് സ്ക്രീനാണ്. അതിന് മുമ്പുള്ളതാണ് ഈ CRT ബേസ്ഡ് പിക്ചർ ട്യൂബ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഒരു പിക്ചർ ട്യൂബിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെ പറ്റി അറിയണം. അതായത് ഒരു TV-യുടെ ഹാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പിക്ചർ ട്യൂബാണ്. ഇപ്പം CRO എന്ന് പറയുന്ന ഡിവൈസ്, കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് CRT. അപ്പോൾ അതേപോലെ തന്നെ ഈ TV-യുടെ ഒരു പ്രധാന ഒരു പോർഷനാണ് ഈ CRT അല്ലെങ്കിൽ കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാഥോഡ് റേ ട്യൂബിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യമേ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഇതിലൊക്കെ ഉപയോഗിക്കുന്ന പലതരം എമിഷൻ ഉണ്ട്. പണ്ട് ഈ വാൽവ് റേഡിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോണിക് എമിഷൻ എന്ന് പറയുന്ന ഒരു എമിഷനാണ് ഈ വാൽവ് റേഡിയിലൊക്കെ ഉപയോഗിച്ചത്. തെർമോണിക് എമിഷൻ, അതായത് ഹീറ്റ് കൊണ്ടിട്ട് ഇലക്ട്രോൺസുകൾ എമിറ്റ് ചെയ്യുന്ന അതിനാണ് തെർമോണിക് എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കാഥോഡ് സാധാരണ ഡയറക്റ്റ് ഹീറ്റിംഗ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഹീറ്റിംഗ് ഉണ്ട്. കാഥോഡ് ഫിലമെന്റ് ഉപയോഗിച്ചിട്ട് ഹീറ്റ് ചെയ്യും. അപ്പോൾ അത് ഇൻഡയറക്റ്റ് ഹീറ്റിംഗ്. ഫിലമെന്റ് വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 6.3 വോൾട്ട് ഫിലമെന്റ് വോൾട്ട്. അപ്പോൾ ഇതെടുക്കുന്നതിനായിട്ട് TV-ക്കകത്ത് ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട്, അതിനെയാണ് LOT എന്ന് വിളിക്കും. അപ്പോൾ ആ പേരുകളൊക്കെ ആദ്യമേ പഠിക്കണം. TV-യെ പറ്റി പഠിക്കുമ്പോൾ ഇതുപോലെ LOT എന്ന് പറയുന്ന ആ ഒരു വാക്ക്, ആ ഒരു ഷോർട്ട് ഫോം കേൾക്കുന്നു, LOT മീൻസ് ലൈൻ ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമർ. അപ്പോഴത് പഠിക്കും LOT. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ ഫ്ലൈബാക്ക് ട്രാൻസ്ഫോർമർ, അല്ലെങ്കിൽ HOT ഹൊറിസോണ്ടൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമർ. ഇങ്ങനെ 3 പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷേ ഈ ഫ്ലൈബാക്ക് ട്രാൻസ്ഫോർമർ എന്നോ HOT എന്നൊന്നും പറയാറില്ല, മിക്കവാറും LOT എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് CRT ബേസ്ഡ് TV ആണെങ്കിൽ ഏതാണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണെങ്കിൽ 18 kV-യോളം ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കളർ TV ആണെങ്കിൽ ഏതാണ്ട് 24 kV. പക്ഷെ kV കിലോ വോൾട്ട് ആണെങ്കിലും കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. ബിലോ 1 mA ഒക്കെ ഉള്ള കറണ്ട് എന്ന് പറയുന്നത്. അപ്പോഴത് പിന്നെ TV-ക്കകത്തുള്ളൊരു ട്രാൻസ്ഫോർമറാണ്. TV-യുടെ വിവിധ സെക്ഷനിലേക്ക് സപ്ലൈ ഒക്കെ പോകുന്നത് ഈ LOT എന്ന് പറയുന്ന ട്രാൻസ്ഫോർമർ വഴിയാണ്. അതായത് TV-ക്കകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പവർ സപ്ലൈ ഉണ്ട്. ഒന്ന് മെയിൻ പവർ സപ്ലൈ, പിന്നെ ഒന്ന് ആക്സിലറി പവർ സപ്ലൈ, അതായത് LOT-യുമായിട്ട് ബന്ധപ്പെടുന്ന പവർ സപ്ലൈ. ഇപ്പം TV-ക്കകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേജസ് ഒക്കെ ഉണ്ട്. വെർട്ടിക്കൽ സ്റ്റേജിന് സപ്ലൈ പോവുക, സൗണ്ട് സെക്ഷന് സപ്ലൈ പോവുക, ഇങ്ങനെ പിന്നെ ട്യൂണർ സെക്ഷനിലേക്ക് സപ്ലൈ പോവുക. ഇപ്പം ഇതൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ LOT എന്ന് പറയുന്ന സെക്ഷനിങ്. ഇനി അത് കൂടാതെ ഒരു പവർ സപ്ലൈ ഉണ്ട്, SMPS പവർ സപ്ലൈ, അതായത് സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് പറയും. അതും പിന്നെ SMPS പവർ സപ്ലൈ ഉണ്ട്, STR പവർ സപ്ലൈ ഉണ്ട്, SSCR പവർ സപ്ലൈ ഉണ്ട്. പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV-ക്കകത്തേക്കാണെങ്കിൽ SSCR ടൈപ്പ് പവർ സപ്ലൈ. ഇപ്പോഴെല്ലാം അത് SSCR ഒക്കെ പോയി STR-ഉം SMPS സ്വിച്ച് മോഡ് ടൈപ്പ് പവർ സപ്ലൈ. SMPS എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ അകത്തൊക്കെ ഉപയോഗിക്കുന്ന SMPS പവർ സപ്ലൈ അതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. അപ്പോഴതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു TV-യുടെ പിക്ചർ ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അതിനകത്ത് ഉപയോഗിക്കുന്ന എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോണിക് എമിഷനാണ്. അതായത് ഹീറ്റ് കൊണ്ടിട്ട് കാഥോഡ് എന്ന് പറയുന്ന ഒരു
മെറ്റലുണ്ട്, അതിൻ്റെ കാഥോഡിൻ്റെ സർഫസിൽ നിന്ന് ഹീറ്റ് കൊണ്ടിട്ട് ഇലക്ട്രോൺസിൽ എമിറ്റ്. അപ്പോഴത്രയും അതായത് ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് വരും, പക്ഷെ പിക്ചർ വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും, സെക്കൻഡ്സുകൾ എടുക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഥോഡ് ഹീറ്റായി ഇലക്ട്രോൺസിൽ എമിറ്റ് ചെയ്ത് വന്ന് ഇങ്ങനെ എമിറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോൺസ് വന്ന് ഒരു ബീമായിട്ട് ഒരു ഷാർപ്പ് സ്പോട്ടായിട്ട് സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്യാൻ. അപ്പം അങ്ങനെ ആ സ്ട്രൈക്ക് ചെയ്യുകയും ആ സ്പോട്ടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂവ്മെൻ്റ് ഒക്കെയാണ് ഈ പിക്ചറായിട്ടൊക്കെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പോകെ പോകെ നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം കാഥോഡ്, സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആണെങ്കിൽ പിന്നീട് കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻ നമ്പർ 7 ആണ്. ഫിലമെന്റ് 4ഉം 5ഉം അത് ഇപ്പോൾ കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല, അത് നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിലും മറ്റും ഒക്കെ നോക്കി നമ്മൾ അതിൻ്റെ പിൻ നമ്പറൊക്കെ ഐഡന്റിഫൈ ചെയ്യും. ഇപ്പോൾ കാഥോഡിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുക. എമിറ്റ് ചെയ്യണമെങ്കിൽ വെറുതെ എമിറ്റ് ചെയ്യത്തില്ല, പിന്നീട് ഫിലമെന്റ് ഉപയോഗിച്ചിട്ട് ഹീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫിലമെന്റിന്റെ സപ്ലൈ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് വെച്ചാൽ LOT. അപ്പോൾ LOT നിന്ന് ഫിലമെന്റിലേക്ക് സപ്ലൈ എത്തിയില്ല എങ്കിൽ കാഥോഡിൽ നിന്ന് ഇലക്ട്രോൺസ് ഉള്ളത് എമിറ്റ് ചെയ്യത്തില്ല. ടി വി എന്ന് പറഞ്ഞാൽ ഡെഡ് ആയിരിക്കും. ചിലപ്പോൾ സൗണ്ട് ഒക്കെ ചിലപ്പം കണ്ടെന്ന് വരും. അപ്പോൾ ഇങ്ങനെ ഈ കാഥോഡിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഗ്രിഡ് ഉണ്ട്. അതിന് നമുക്ക് കൺട്രോൾ ഗ്രിഡ് എന്ന് പറയും. പണ്ട് വാൽവ് റേഡിയോ, ഇപ്പോൾ ട്രയോഡ്, ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ഇലക്ട്രോണിക് കോമ്പണന്റ് വരുന്നതിന് മുമ്പ് അതിനിട്ട് ഈ വാൽവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രയോഡ്, ടെട്രോഡ്, പെൻഡോഡ്, പിന്നെ ഒട്ടനവധി നിരവധി വാൽവ് റേഡിയോക്കകത്തൊക്കെ EL84, EBC81, EZ80, ECH81, EL84 ഇങ്ങനെ ഒട്ടനവധി നിരവധി വാൽവുകളൊക്കെ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കൺട്രോൾ ഗ്രിഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, ഫിലമെന്റ് ഉണ്ട്, സ്ക്രീൻ ഗ്രിഡ്, സപ്രസർ ഗ്രിഡ്, പിന്നെ അങ്ങനെ ഒട്ടനവധി ഗ്രിഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പഴയ തിയറിയും കാര്യങ്ങളൊക്കെ. നമ്മളിവിടെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഥോഡിൽ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാനായിട്ടൊരു ഗ്രിഡ് ഉണ്ട്. അതാണ് കൺട്രോൾ ഗ്രിഡ് എന്ന് പറയുന്നത്. കൺട്രോൾ ഗ്രിഡിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ കാഥോഡ് സർഫസ്. കാഥോഡിൻ്റെ ഉപരിതലത്തിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുക. അതായത് ഇതിൻ്റെ അകത്തുള്ള നെഗറ്റിവിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അതാണ് ടി വിക്കകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി എടുത്താൽ ബ്രൈറ്റ്നസ് കൺട്രോൾ. പിന്നെ കളർ ടി വി ആണെങ്കിൽ സിസ്റ്റം കൺട്രോൾ IC ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ മാറും. ജസ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റ്നസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ CROയുടെ കേസിലാണെങ്കിൽ ഇൻറ്റൻസിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞൊരു നോബാണ്. ഇൻറ്റൻസിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തന്നെ എല്ലാം കാഥോഡിൻ്റെ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ആ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സ്ക്രീൻ ഗ്രിഡ് ഉണ്ട്. സ്ക്രീൻ ഗ്രിഡിൻ്റെ അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വെലോസിറ്റി, അതായത് ഇതിൻ്റെ എമിറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി കൂട്ടുക എന്നുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഫോക്കസിങ് ആനോഡുണ്ട്. ഫോക്കസിങ് ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീമിനെ വളരെ ഷാർപ്പ് സ്പോട്ടായിട്ട് വേണം പിന്നീട് സ്ക്രീനിൻ്റെ അകത്ത് സ്ട്രൈക്ക് ചെയ്യാനായിട്ട്. അപ്പോഴതിന് ഫോക്കസിങ് പിന്നീട് ആനോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഫോക്കസിങ് ആനോഡിലേക്കും സ്ക്രീൻ ഇതിലേക്കൊക്കെ വോൾട്ടേജ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈബാക്ക് ട്രാൻസ്ഫോർമർ അല്ലെങ്കിൽ LOTയിൽ നിന്ന് തന്നെ, ടി വിയുടെ ആക്സിലറി പവർ സപ്ലൈ എന്ന് പറയും, അതിൽ നിന്ന് തന്നെയാണ് ഈ വോൾട്ടേജും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എന്നതിന് ശേഷം ഈ വളരെ ഒരു ഷാർപ്പ് സ്പോട്ടായിട്ട് വന്നിട്ട് സ്ക്രീനിൻ്റെ സെൻറ്ററിൽ പോയി. എന്നിട്ട് ഈ ബീമിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂവ്മെൻറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബീം മൂവ് ചെയ്യാനായിട്ട് ഒരു ഈ പിക്ചർ ടൂവിൻ്റെ നെക്കിലായിട്ടൊരു ഐറ്റം പ്ലേസ് ചെയ്യുന്നത്, അതിനെ യോക്ക് എന്ന് പറയും. സാധാരണ ഇലക്ട്രോ മാഗ്നറ്റിക് ഡിഫ്ലക്ഷനാണ് ഈ പിന്നീട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ടി വിക്കകത്ത്. ടി വിയുടെ നെക്കെന്ന് പറഞ്ഞാൽ കഴുത്ത്, ഈ നെക്കിൻ്റെ ഈ ആ പിക്ചർ ടൂ ഇങ്ങനെ വരുന്നതിൻ്റെ ആ നെക്കിൽ പുറമെ, നേരെ മറിച്ച് CROക്കകത്തൊക്കെ ആണെങ്കിൽ ഇലക്ട്രോ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ, ഇതിൻ്റെ അകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ. അപ്പോൾ ഈ യോക്ക് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഈ യോക്കിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു യോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് കോയിലുണ്ട്, ഒരു ഹൊറിസോൺ ഡിഫ്ലക്റ്റിംഗ് കോയിലുണ്ട്, പിന്നെ പിൻ കുഷൻ ഇറർ മാറ്റ്, സൈഡ് ഇറർ മാറ്റ് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് മാഗ്നറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പ്ലേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് കോയിലിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബീമിനെ വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യിക്കുക. പിന്നീട് ഹൊറിസോൺ ഡിഫ്ലക്ഷൻ കോയിലിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബീമിനെ ഹൊറിസോണായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുക. ഇതിന് ശേഷം ഈ ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസ് ഒന്ന് സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്ന് സെക്കൻഡറി എമിഷൻ ഉണ്ടാകും.
സെക്കൻഡറി എമിഷൻ എന്ന് പറഞ്ഞാൽ ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്ന് സെക്കൻഡറി എമിറ്റഡ്. അപ്പോൾ ഈ സെക്കൻഡറി എമിറ്റഡ് ഇലക്ട്രോൺസുകൾ ആ സ്പേസിൽ പിക്ചർ ട്യൂബിൻ്റെ അകത്ത് ആ സ്പേസിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ന്യൂലി എമിറ്റഡ് ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യും. അപ്പോഴതുണ്ടാവാതിരിക്കാനായിട്ട് ഈ ഇലക്ട്രോൺസിനെ എല്ലാം കളക്ട് ചെയ്തിട്ട് അത് നേരെ തിരിച്ച് വീണ്ടും പവർ സപ്ലൈ വഴി കാഥോഡിലെത്തും. അതായത് അകത്തൊരു കോട്ടിംഗ് ഉണ്ട്, അക്വാഡക് കോട്ടിംഗ് എന്ന് പറയും. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്വാഡക് കോട്ടിങ്ങിൻ്റെ അകത്താണ് LOT നിന്ന് വരുന്ന സപ്ലൈ വോൾട്ടേജ് കൊണ്ടുവന്ന് നമ്മൾ കൊടുക്കുന്നത്. ഏതാണ്ട് ഒരു 20 kV കൊണ്ടുവന്ന് LOT ഫൈനൽ ആനോഡിൻ്റെ അകത്ത് കൊടുക്കും. അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഥോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി കൂട്ടും. ഈ വെലോസിറ്റി കൂടിയ ഇലക്ട്രോൺസ് വന്ന് സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് സെക്കൻഡറി എമിഷൻ ഉണ്ടാകും. ഇങ്ങനെ സെക്കൻഡറി എമിറ്റഡ് ഇലക്ട്രോൺസിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യും. അങ്ങനെ ആകുമ്പം സ്ക്രീനിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ഒന്നും സ്ട്രൈക്ക് ചെയ്യത്തില്ല, ബ്രൈറ്റ്നസ്സോ കോൺട്രാസ്റ്റോ യാതൊന്നും തന്നെ കാണത്തില്ല. അപ്പോഴങ്ങനെ ഒരു എന്താ പറയുക, ഒരു കോട്ടിങ്, ഈ കോട്ടിങ് ടിവിയുടെ പിക്ചർ ട്യൂബിൻ്റെ വെളിഭാഗത്തും കാണും, ഒരു ഗ്രാഫൈറ്റ് കോട്ടിങ്. അപ്പോൾ ഈ പുറത്തെ ഗ്രാഫൈറ്റ് കോട്ടിങ്ങും അകത്തെ കോട്ടിങ്ങും കൂടെ ചേർന്നിട്ടാണ് പിക്ചർ ട്യൂബിൻ്റെ ആ ഫിൽറ്റർ കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് അതല്ലാതെ ഒരു രീതിയിൽ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് നേരെ ഇനി അടുത്തൊന്ന് ജസ്റ്റ് ഒരു വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. ഇത് പിക്ചർ ട്യൂബിൻ്റെ കാഥോഡ്. ഇത് ഫിലമെൻ്റ്. ഹീറ്റാക്കുന്നതിൻ്റെ ഫലമായിട്ട് കാഥോഡിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസുകൾ എമിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫിലമെൻ്റ് വോൾട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേതാണ്ട് ഇതിൻ്റെ ഒരു സൈഡെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എർത്തായിരിക്കും. അപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LOT എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോമറുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ LOT. പിന്നെ LOTക്കകത്ത് ഒരുപാട് വൈൻഡിങ്ങുകളൊക്കെ കാണും. അപ്പോൾ ഇതിൽ ഒരു വൈൻഡിങ്ങിൽ നിന്നാണ് 6.3 വോൾട്ട് AC എടുക്കുന്നത്. അപ്പോൾ അതാണ് നേരെ കൊണ്ടുവന്ന് ഈ പിന്നെ ഫിലമെൻറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഫിലമെൻറ്റിൻ്റെ അകത്തൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം ഇത് ടങ്സ്റ്റൺ ആണ്, ഇത് ഹീറ്റാവുന്നതിൻ്റെ ഫലമായിട്ട് കാഥോഡിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസുകൾ എമിറ്റ് ചെയ്യും. അത്തരം എമിഷനെയാണ് നമ്മൾ തെർമോണിക് എമിഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഹീറ്റ് കൊണ്ടിട്ട് ഇലക്ട്രോൺസുകൾ എമിറ്റ് ചെയ്യുന്നതിനാണ് തെർമോണിക് എമിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ കൺട്രോൾ ചെയ്യാനായിട്ടൊരു ഗ്രിഡ് ഉണ്ട്. അതിനെ നമ്മൾ കൺട്രോൾ ഗ്രിഡ് എന്ന് വിളിക്കും. കൺട്രോൾ ഗ്രിഡ്. അപ്പോൾ ഈ കൺട്രോൾ ഗ്രിഡാണ് ടി വിക്കകത്ത് ബ്രൈറ്റ്നസ് കൺട്രോളായിട്ട് ആക്ട് ചെയ്യുന്നത്. DC ബ്രൈറ്റ്നസ് കൺട്രോൾ എന്ന് പറയും. DC എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നസ് കൺട്രോൾ. അപ്പോൾ ഇതിനാവശ്യമുള്ള വോൾട്ടേജ് എടുക്കുന്നതും ഈ LOT എന്ന് പറയുന്ന ട്രാൻസ്ഫോമറിൽ തന്നെയാണ്. ഇപ്പോൾ പിക്ചർ ട്യൂബിനകത്തൊരു ഫിലമെൻ്റ് ഉണ്ട്, പിന്നെ കാഥോഡ്, കൺട്രോൾ ഗ്രിഡ്. കൺട്രോൾ ഗ്രിഡിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഥോഡിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളത് സ്ക്രീൻ ഗ്രിഡാണ്. സ്ക്രീൻ ഗ്രിഡ് സ്ക്രീൻ ഗ്രിഡിനും വോൾട്ടേജ് വേണം. ആ വോൾട്ടേജ് എടുക്കുന്നത് LOT എന്നാണ്. സ്ക്രീൻ ഗ്രിഡിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഥോഡിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി, അതിൻ്റെ സ്പീഡ് കൂട്ടുക എന്ന് പറയുന്നതാണ് സ്ക്രീൻ ഗ്രിഡിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അങ്ങനെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫോക്കസിങ് ആണ്. ഇലക്ട്രോൺസിനെ ഒരു ഷാർപ്പ് ബീമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുക. ഷാർപ്പ് ബീമാണ്. ആര് സ്പ്രെഡ് ചെയ്ത് വരുന്ന സാധനമാണ്.
അപ്പോൾ ഇലക്ട്രോൺസിനെ പിന്നീട് ഷാർപ്പായിട്ട് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഈ ഫോക്കസിങ് ആനോഡിനും ഒരു വോൾട്ടേജ് കൊടുക്കണം. ആ വോൾട്ടേജ് എടുക്കുന്നത് LOTനാണ്. നേരത്തെ പറഞ്ഞ കണക്ക് സാധാരണ 2 ടൈപ്പ് പവർ സപ്ലൈ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറി പവർ സപ്ലൈ, മെയിൻ പവർ സപ്ലൈ. മെയിൻ പവർ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ SMPS പവർ സപ്ലൈ പേര്. അപ്പോൾ കാഥോഡിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസുകളുടെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ ഗ്രിഡ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൺട്രോൾ, പിന്നെ സ്ക്രീൻ വോൾട്ടേജ്. ആ സ്ക്രീൻ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നീട് വെലോസിറ്റി എന്ത് ചെയ്യുക, കൂട്ടുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വെലോസിറ്റി കൂടിയ ഈ ഇലക്ട്രോൺസുകൾ ഫോക്കസിങ് ആനോഡ് വഴി നേരെ വന്നിട്ട് സ്ക്രീനിൻ്റെ അകത്ത് സ്ട്രൈക്ക് ചെയ്യും, ഒരു ഷാർപ്പ് സ്പോട്ടായിട്ട്. അപ്പോൾ ഈ ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസ് വന്ന് സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്നുണ്ടാവും സെക്കൻഡറി എമിഷൻ ഉണ്ടാവും. സെക്കൻഡറി എമിഷൻ. ഈ സെക്കൻഡറി എമിറ്റഡ് ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യാനായിട്ടാണ് ഒരു കോട്ടിങ് കൊടുത്തിരിക്കുക. അതിനെ അക്വാഡക് കോട്ടിങ് എന്ന് വിളിക്കും. അക്വാഡക് കോട്ടിങ്. അക്വാഡക് കോട്ടിങ് എന്ന് പറഞ്ഞൊരു ഗ്രാഫൈറ്റ് കോട്ടിങ് ഈ CRTയുടെ അകത്തായിട്ട് കൊടുത്തിരിക്കും. അതേപോലെ തന്നെ ആ ഗ്രാഫൈറ്റ് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ പിക്ചർ 2ന്റെ പുറത്തും നമുക്ക് കാണാൻ പറ്റും. ഈ ഗ്രാഫൈറ്റ് കോട്ടിങ്ങിൻ്റെ അകത്താണ് നമ്മൾ കൊണ്ടുവന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ 20 kV അല്ലെങ്കിൽ 18 kV, കളർ TV ആണെങ്കിൽ ഏതാണ്ട് 24 kVയോളം. പക്ഷെ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ 1 mA. ഇപ്പോൾ 1 mA ആയാൽ തന്നെ ഏതാണ്ട് 24 വാട്ടേ ആവുന്നുള്ളൂ. അപ്പോൾ P = V/I എന്ന് പറയുന്ന ഫോർമുല അനുസരിച്ച് നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 24 വാട്ടേ ആവുന്നു. കാര്യം കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഇനി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബീമിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റിനെ സഹായിക്കുന്നതിനായിട്ടൊരു കോയിലുണ്ട്. അതിനെ യോക്ക് എന്ന് വിളിക്കും. യോക്ക്. ഈ യോക്കിനകത്ത് 2 കോയിലുണ്ട്. ഹൊറിസോണ്ടൽ ഡിഫ്ലക്റ്റിംഗ് കോയിലും വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് കോയിലും. ഹൊറിസോണ്ടൽ ഡിഫ്ലക്റ്റിംഗ് കോയിൽ എന്ന് പറഞ്ഞാൽ ബീമിനെ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യിക്കുക. വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് കോയിൽ എന്ന് പറഞ്ഞാൽ ബീമിനെ വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യിക്കുക. ഇത് രണ്ടും ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോക്കിനകത്താണ്. പിന്നെ ഇത് കൂടാതെ ഒരുപാട് മാഗ്നറ്റുകളുണ്ട്. പിൻകുഷൻ എറർ മാഗ്നറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ അകത്ത് ഒരുപാട് മാഗ്നറ്റുകളുണ്ട്. പിൻകുഷൻ എറർ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു കംപ്ലൈൻറ്റുകളൊക്കെ സാധാരണ TV-ക്കകത്തൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇത് എക്സ്റ്റേണൽ ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. അതായത് പിക്ചർ 2ന്റെ നെക്കിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യും. പിക്ചർ 2 ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ നെക്കിലായിട്ടാണ് ഈ യോക്ക് പ്ലേസ് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ആയിട്ട്. അപ്പോൾ ഈ യോക്കിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോയിലുണ്ട്. ഹൊറിസോണ്ടൽ ഡിഫ്ലക്റ്റിംഗ് കോയിലും വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് കോയിലും. അതായത് വെർട്ടിക്കൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് നേരെ കൊണ്ടുവന്ന് വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് കോയിലിൽ കൊടുക്കും. ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് TV-ക്കകത്ത് ഹൊറിസോണ്ടൽ സെക്ഷൻ ഉണ്ട്, വെർട്ടിക്കൽ സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പം ജസ്റ്റ് ഒരു പിക്ചർ 2നെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. പിക്ചർ 2-നകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിലമെന്റ് ഉണ്ട്, ഒരു കാഥോഡ് ഉണ്ട്, കൺട്രോൾ ഗ്രിഡ് ഉണ്ട്, സ്ക്രീൻ ഗ്രിഡ് ഉണ്ട്. സ്ക്രീൻ ഗ്രിഡ് അല്ലെങ്കിൽ ആക്സിലറേറ്റിംഗ് ആനോഡ് എന്നൊക്കെ പറയാം ഉണ്ട്. പിന്നെ ഫോക്കസിംഗ് ഉണ്ട്. പിന്നെ വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് കോയിൽ അതായത് യോക്ക് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ഇങ്ങനെ സൈഡിൽ ഒരു ഗ്രാഫൈറ്റ് കോട്ടിംഗ് ഉണ്ട്. അതിനെ അക്വാഡക് കോട്ടിംഗ് എന്ന് വിളിക്കും. ഇതിനകത്താണ് നമ്മൾ 24 kV അല്ലെങ്കിൽ 18 kV കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അത് എടുക്കുന്നത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ LOT ആണ്. LOTയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ. മറ്റൊരു പേര് HOT അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമർ. ഇതൊരു ഷാർപ്പ് സ്പോട്ടായിട്ട് വന്നിട്ട് സ്ക്രീനിനകത്ത് സ്ട്രൈക്ക് ചെയ്യും. ആ സ്പോട്ടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻ്റ് ആണ് ഫിലിം ആയിട്ട് അല്ലെങ്കിൽ പിക്ചറായിട്ടൊക്കെ നമുക്ക് കാണുന്നത്. അതിലെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ സ്റ്റോറേജ് കേപ്പബിലിറ്റി ഹ്യൂമണായി പിന്നെ ഒരുപാട് കാര്യങ്ങൾ, അതായത് സ്കാനിങ്ങിനെ പറ്റി പഠിക്കണം. സ്കാനിങ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് സ്കാനിങ്, ഇന്റർലൈസ്ഡ് സ്കാനിങ് എന്നൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.